കോഴിക്കോട് മുക്കം MDMA കേസിൽ ചാടിപ്പോയ പ്രതി പിടിയിലായിരിക്കുന്നു. മുക്കം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് പിടിയിലായത്. തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിൽ വെച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സമീർ തുടരുന്നുണ്ട്. സമീർ, എവിടെ വെച്ചാണ് ഇയാളെ പിടികൂടിയത്? ജിൽസി, കർണാടകയിലെ ഗുൽബർഗിൽ നിന്നാണ് പ്രതി പിടിയിലായത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതി ചാടിപ്പോയത്. കോഴിക്കോട് മുക്കത്ത് നിന്നാണ് വലിയ അളവിൽ, അതായത് 3 കിലോയോളം MDMAയുമായി ഈ പ്രതി മുഹമ്മദ് ഹനീഫയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു പ്രതിയും പിടിയിലായത്. ഈ പ്രതികളെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും വിശദമായിട്ടുള്ള തെളിവെടുപ്പിനുമായിക്കൊണ്ട് പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിക്കൊണ്ടാണ് ഈ പ്രതിയുമായി ഡൽഹിയിലേക്ക് അന്വേഷണ സംഘം തിരിച്ചത്. അങ്ങനെ പോകുന്നതിനിടെയാണ് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നീണ്ടുനിന്ന പരിശോധനയാണ് ഈ പ്രതിക്കായി നടത്തിയിരുന്നത്. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. പ്രതിയെ ഉടൻ തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോട് വെച്ചുകൊണ്ട് പോലീസ് പിടികൂടുന്ന ഏറ്റവും ഉയർന്ന അളവിൽ, അതായത് 3 കോടി രൂപയോളം വിലമതിക്കുന്ന MDMAയുമായാണ് ഈ പ്രതി പിടിയിലായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഏതായാലും പ്രതിയെ നീണ്ട പരിശോധനക്കൊടുവിൽ, നീണ്ട തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യം. പോലീസിന്റെ വീഴ്ചയാണ് അവരുടെ കയ്യിൽ നിന്ന് ഈ പ്രതി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നടപടിയിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ഹനീഫയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്.